കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്കൊരുമിച്ച് വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമുഖം അന്വേഷിക്കുവാൻ ദൈവമായ കർത്താവ് ഒരുക്കിത്തന്ന വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാമത്തെ വാക്യം ഇന്ന് പകലെ നമ്മുടെ ധ്യാനത്തിനായിട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊക്കെ വളരെ പരിചയമായ ഒരു വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 13-ാം അധ്യായം വളരെ പ്രതിസന്ധികൾ യേശുക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷാ ജീവിതത്തിൽ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് താൻ മടങ്ങിപ്പോകുന്നതിന് മുന്നേ തിരുവെഴുത്ത് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 13-ാം അധ്യായത്തിൽ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി പെസഹ ആചരിക്കുന്നതാണ്. ആ പെസഹായുടെ ഇടയിൽ നമ്മുടെ കർത്താവ് ഒരു കാര്യം ചെയ്തു. താനൊരു ദാസനെ പോലെ ശിഷ്യന്മാരുടെ കാല് കഴുകി തുടയ്ക്കാൻ തുടങ്ങി. ശേഷം നമുക്കറിയാം, പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ ശിമോൻ പത്രോസ് അത് നിരാകരിക്കുന്നതും തുടർന്ന് കർത്താവ് അവനോട് സംസാരിക്കുന്നു. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നോട് പങ്കുമോഹരിയുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ സമ്മതിക്കുകയാണ്. കാല് മാത്രമല്ല, എന്നെ മുഴുവൻ ദേഹം മുഴുവൻ കഴുകണമെന്ന് അവൻ ആവശ്യപ്പെടുകയാണ്. അതിനുശേഷം പിന്നീട് അവിടെ സംഭവിക്കുന്നത്, കർത്താവ് ഉള്ളം കലങ്ങി. നിങ്ങളത് വായിക്കുമ്പോൾ 21-ാമത്തെ വാക്യം, ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി. നിങ്ങളിൽ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് സാക്ഷീകരിച്ചു പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന പദം ശ്രദ്ധിച്ചോ? യേശു കർത്താവിൻ്റെ ഉള്ളം കലങ്ങി. എന്നിട്ടാണ് ഇത് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. ഇത് നമുക്കെല്ലാവർക്കും അറിയാം, യൂദ ഇസ്കാരിയോത്താവിനെ കുറിച്ച് പറഞ്ഞതാണ്. അതൊരു വലിയ പ്രശ്നമായി മാറി. ആരെക്കുറിച്ച് പറഞ്ഞു എന്നുള്ള ചോദ്യം, ഞാനാണോ കർത്താവേ എന്നുള്ള ചോദ്യങ്ങൾ. അപ്പൊ ഈ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം കർത്താവ് വീണ്ടും അവരോട് പറയുന്നത്, കണ്ടോ, ശിമോൻ പത്രോസ് ചോദിച്ചു, കർത്താവ് നീ എവിടെയാ പോകുന്നത്? അവർക്കൊരു കാര്യം മനസ്സിലായി, കർത്താവ് ഇവിടുത്തെ ശുശ്രൂഷ അവസാനിച്ചിട്ട് പോവുകയാണ്. കർത്താവ് അത് വ്യക്തമായി പറഞ്ഞു. കർത്താവ് ശിമോൻ പത്രോസിനോട് പറയുക, ഞാൻ പോകുന്നിടത്തേക്ക് ഇപ്പോൾ നിനക്ക് വരാൻ പറ്റുകയില്ല, പിന്നത്തേതിൽ എന്ത് ചെയ്യും? നീ എന്നെ അനുഗമിക്കും. ഉടനെ ശിമോൻ പത്രോസിന്റെ പറച്ചിൽ, അവൻ പറയുകയാണ്, ഇപ്പോൾ നിന്നെ അനുഗമിക്കാൻ എനിക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? 37-ാം വാക്യം, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയും എന്ന് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, യേശുക്രിസ്തുവിന്റെ ഉള്ളം കലങ്ങി. ഉള്ളം കലങ്ങിയായിട്ട് പറഞ്ഞത്, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ശിഷ്യന്മാരും തകർന്നിരിക്കുകയാണ്. അവർ യേശുവിൻ്റെ പുറകെ ഇറങ്ങിത്തിരിച്ചതാണ്. കർത്താവിൻ്റെ പുറകെ വളരെ പ്രതീക്ഷയോടെ ഇറങ്ങിത്തിരിച്ച് അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. 3.5 വർഷം അവർ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ അവരൊന്നും അറിയണ്ടായിരുന്നു. ഗുരുനാഥൻ്റെ പുറകെ പോയി
കർത്താവ് അവരെ നയിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അപ്രതീക്ഷിതമായി കർത്താവ് പറയുക, ഞാൻ പോവുകയാണ്, ഞാൻ ക്രൂശിക്കപ്പെടാൻ പോവുകയാണ്. അവർക്കത് സഹിക്കാൻ പറ്റിയില്ല. അവരാകെ തകർന്നു. അവരുടെ മനസ്സ് അസ്വസ്ഥമായി. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവമക്കളോട് വിളിച്ചു പറയട്ടെ, നമ്മുടെ എല്ലാം ഹൃദയം ഇതുപോലെ അസ്വസ്ഥമാകുന്നതാ. എന്തെങ്കിലും ഒരു കാര്യം കേട്ടാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ പെട്ടെന്ന് നമ്മൾ അസ്വസ്ഥമാകും, അല്ലേ? വേർപാടുകൾ നമ്മളെ അസ്വസ്ഥമാക്കും, പ്രതിസന്ധികൾ നമ്മളെ അസ്വസ്ഥമാക്കും. ഭാവിയെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങും. ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ഉണ്ടായില്ലെങ്കിൽ കലങ്ങിപ്പോകും. പെട്ടെന്ന് അസ്വസ്ഥമാകുന്നവരാ ഞാനും നിങ്ങളും. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നിങ്ങളുടെ ഹൃദയവും ഇതുപോലെ കലങ്ങിയതാണെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ഞെരുക്കമോ, രോഗമോ, അല്ലേ, കുഞ്ഞുങ്ങളെ ഓർത്തോ, വിവിധ കാരണത്താൽ കലങ്ങപ്പെട്ട് തകർന്നിരിക്കുന്ന ഹൃദയത്തോടെയാണ് ഇന്ന് രാവിലെ ഈ ആലയത്തിൽ നിങ്ങൾ വന്നതെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യം, നമ്മുടെ കർത്താവ് ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയ ആളാണ്. യേശുക്രിസ്തുവിൻ്റെ ഹൃദയം കലങ്ങിയെന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്? അവന് ഹൃദയം കലങ്ങിയിട്ടാണ് പറഞ്ഞത്. ലാസറിന്റെ കല്ലറയ്ക്കൽ വെച്ചും ഇതുപോലെ നമ്മൾ വായിക്കുന്നു, അവൻ ഉള്ളം കലങ്ങി. സ്തോത്രം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവിടുത്തെ ഹൃദയം കലങ്ങുവാനിടയായി, ആകുലപ്പെടാനിടയായി, ഭാരപ്പെടാനിടയായി. അതുകൊണ്ട് ലോകത്തിൽ ആർക്കും നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അറിയില്ലെങ്കിലും നമ്മൾ സേവിക്കുന്ന നമ്മുടെ ദൈവത്തിന് നന്നായിട്ടറിയാം. എല്ലാ ഭാരങ്ങളും അവിടുന്ന് അറിയുന്നവനാണ്. എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഹൃദയം ഇങ്ങനെ കലങ്ങാൻ കാരണം? നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ്, അല്ലേ? നമ്മളൊക്കെ സാധാരണ മനുഷ്യരാ. ഹൃദയത്തിനകത്ത് പെട്ടെന്ന് ടെൻഷനാവും. ഭയങ്കര ശക്തിയുള്ളവരാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരൊറ്റ വാക്കു മതി അവർ കലങ്ങിപ്പോകാൻ, അല്ലേ? കർമ്മേലിന്റെ മുകളിൽ വലിയ തീ ഇറക്കിയ ആളല്ലേ ഏലിയാവ്? എത്ര ശക്തിയോടെയാ നിന്നത്, എത്ര മിടുക്കനായിട്ടാ, അല്ലേ? എത്ര ധൈര്യത്തോടാ നിന്നത്. പക്ഷേ ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ഇസബേലിന്റെ വാക്കിന് മുമ്പിൽ ഹൃദയം കലങ്ങി, തകർന്ന്, ഭയപ്പെട്ട് ചൂരച്ചെടിയുടെ തണലിൽ പോയിരുന്ന് മരിക്കാൻ ആഗ്രഹിച്ച ഏലിയാവിൻ്റെ ചിത്രം നമുക്കെല്ലാവർക്കും അറിയാം. ഇത് വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, മനുഷ്യരാണോ? അവരുടെ ഹൃദയം കലങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം മനുഷ്യന്റെ ഒരു പ്രശ്നമാണ്, പെട്ടെന്നാണ് വാടിപ്പോകുന്നത്. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവര് വളരെ കുറവാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ഇങ്ങനെ ജീവിതത്തിൽ ഏതൊക്കെ പ്രതിസന്ധിയിൽ ഹൃദയം തകർന്നിരുന്നാലും ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് മാറ്റാനൊരു പരിഹാരമാർഗമുണ്ട്. നമുക്കതിന് മാർഗമുണ്ട്, നമുക്കതിന് പരിഹാരമുണ്ട്. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയ്ക്ക് വന്നത് എന്തിനാ? ഇവിടെ ഇതിന് പരിഹാരമുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ജീവിതത്തിൽ ഏത് കലക്കത്തിനും, ഏത് നിരാശയ്ക്ക് എൻ്റെ ദൈവസന്നിധിയിൽ പരിഹാരമുണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ വന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെന്ന നിലയിൽ നമുക്കറിയാം, ജീവിതത്തിൽ എത്ര കലങ്ങിയാലും, എത്ര നിരാശപ്പെട്ടാലും ദൈവസന്നിധിയിൽ ഇതിനൊരു പരിഹാരമുണ്ട്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിട്ടുണ്ടോ, അവിടത്തേക്ക് എനിക്ക് പരിഹാരം തരാൻ പറ്റും. എൻ്റെ ഹൃദയത്തിന് സൗഖ്യം തരാൻ പറ്റും. എൻ്റെ ഹൃദയത്തെ ഉറപ്പിക്കാൻ പറ്റും. എനിക്ക് ധൈര്യം തരുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും. കർത്താവോടെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം, ഞാൻ പറഞ്ഞില്ല, അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. അവരുടെ ഗുരു അവരെ വിട്ടുപോകുക, അവരൊറ്റപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും. നിങ്ങൾ കലങ്ങിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അപ്പോ ഈ കലക്കവും ഈ ഭയവും ഈ നിരാശയും ഒക്കെ മാറാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വിശ്വാസം. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് രാവിലെ നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധി നിമിത്തം തകർന്നിരിക്കുകയാണെങ്കിൽ, രോഗത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തം നിങ്ങൾ ഇന്ന് വിഷമത്തോടെ ഇരിക്കുകയാണെങ്കിൽ, തലമുറയെക്കുറിച്ച് എന്തെങ്കിലും ഓർത്ത് നിങ്ങൾ ഭാരത്തോടെ ഇരിക്കുകയാണെങ്കിൽ, ദൈവത്തിന് ഇന്ന് രാവിലെ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. അത് മാറാനുള്ള മാർഗം വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്? ഏതെങ്കിലും മനുഷ്യരിൽ വിശ്വസിക്കാനല്ല, ഏതെങ്കിലും സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കാനല്ല. അവിടെ തെളിയിച്ചു പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇന്ന് പകൽ നിന്റെ ജീവിതത്തിലെ കലങ്ങിയ അനുഭവങ്ങൾ, ഹൃദയത്തിൻ്റെ തകർച്ചകൾക്ക്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ തകർച്ചകൾക്ക് പരിഹാരം വരാൻ ഒരേ ഒരു മാർഗം നമ്മുടെ കർത്താവിൽ വിശ്വസിക്കുക. യേശു പറഞ്ഞു, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? എന്നിൽ വിശ്വസിപ്പീൻ. എന്തുകൊണ്ടാ? ദൈവത്തിൽ വിശ്വസിച്ചാൽ നമ്മുടെ ഹൃദയത്തിലെ കലക്കം മാറും, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ മാറും. നമ്മൾ വിശ്വസിച്ച് ധൈര്യത്തോടെ നിൽക്കുമെന്ന് പറയാൻ കാരണം ഒറ്റ കാര്യമേ ഉള്ളൂ. പ്രധാനമായി ഞാൻ പറയാം, നമ്മുടെ കർത്താവ് മാറിപ്പോകുന്നവനല്ല. നിങ്ങൾ മനുഷ്യരിൽ ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനാണ് പറയുന്നത്, എന്തിനാ ഭാരപ്പെടുന്നത്, എന്നിൽ ഞാനുണ്ടല്ലേ, ധൈര്യമായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ അവരെ വിശ്വസിച്ചു. പക്ഷേ സമയമാകുമ്പോൾ അവർ കാണില്ല. നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ കൂടെ നിൽക്കില്ല, അവർ മാറിപ്പോകും. സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ആളുകൾ മാറിക്കൊണ്ടിരിക്കും, അല്ലേ? അനുഭവങ്ങൾ മാറും. എത്രയോ അനുഭവങ്ങളുണ്ട്. ആരെയൊക്കെ വിശ്വസിച്ച് ജീവിച്ചതാ. നമ്മൾ വിശ്വസിക്കുന്നതെല്ലാം ഉടഞ്ഞു പോകുകയല്ലേ. നമ്മൾ ലോകത്തോട്ട് നോക്കി നമ്മൾ ഈ പലരെയും പല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട്. അവർ നല്ലവരായിരിക്കും, അവർ ഉറപ്പുള്ളവരായിരിക്കും, അവർ നമ്മളെ സഹായിക്കും. പക്ഷേ സഹായം വരുന്ന പർവ്വതങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട്. അവരൊന്നും സമയത്ത് നമുക്ക് ഉപകരിച്ചിട്ടില്ല. ആരും നമ്മളെ സമയത്ത് സഹായിച്ചിട്ടില്ല. തിരുവെടുത്ത് പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അത്തരം ആശ്രയങ്ങൾ, മാനുഷികമായ ആശ്രയങ്ങളൊക്കെ തകരും. ദൈവത്തിലുള്ള ആശ്രയം മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ദൈവം മാറിപ്പോകുന്നില്ല. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എന്തുകൊണ്ടാ ഇന്ന് പകലും കല്ലട സഭയിൽ ഉപവാസ പ്രാർത്ഥനയിൽ വന്നിരിക്കുന്ന ജനത്തോട് ഞാൻ പറയുന്നു, ഇന്നും നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ കലക്കം മാറുമെന്നും നിങ്ങളുടെ അസ്വസ്ഥതകൾ മാറുമെന്നും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടെന്നും ഞാൻ പറയാനുള്ള കാരണം, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ദൈവമാണ്. അവൻ ചരിത്രത്തിൽ ജീവിച്ച് അവസാനിച്ച ഒരു ദൈവത്തിലല്ല നമ്മൾ ആശ്രയിക്കുന്നത്. ഇന്ന് പകൽ നാം ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് വേണ്ടി പിതാവിന്റെ വലതുഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്ന ജീവിക്കുന്ന കർത്താവാണ് അവൻ. അവൻ മാറ്റമില്ലാത്ത ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ടാ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ എന്നും നമുക്കതൊരു അനുഗ്രഹമാകുമെന്ന് പറയാൻ കാരണം. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യരൊക്കെ നമ്മോട് കരുണ കാണിക്കുന്നവരൊക്കെയാണ്, നമ്മൾ ആശ്രയിച്ച സഹായിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ട്. അതിലെ ഒരു കുഴപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അത് പരിമിതമാണ്. എപ്പോഴും നടക്കുകയല്ല. പറ്റുമോ? ഇന്നലെ എന്തെങ്കിലും സഹായിച്ചു കാണും, ഇന്നെന്തെങ്കിലും കൂടെ നിന്ന് കാണും. അവരെ എന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. അവരെന്നും ചെയ്യാൻ പറ്റത്തില്ല. ആർക്കെങ്കിലും എല്ലായ്പ്പോഴും സഹായിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. അവരുടെ സഹായം വ്യർത്ഥമാണ്. അബ്രഹാം പോലും തുരുത്തിയിൽ കുറച്ച് വെള്ളവും കുറച്ച് അപ്പവും എടുത്ത് പറഞ്ഞു വിട്ടു, ഇത്രയേ ഉള്ളൂ എന്നെക്കൊണ്ട്, ബാക്കിയൊക്കെ നിങ്ങളെ ദൈവം നടത്തട്ടെ എന്ന് പറഞ്ഞു വിട്ടു. പരിമിതമാണ്. അവർക്കെന്നും നിൽക്കാൻ പറ്റില്ല, എപ്പോഴും ചെയ്യാൻ പറ്റില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ആളുകൾ നമ്മളെ സഹായിക്കുന്നത്, മറ്റുള്ളവർ ആളുകളോട് കരുണ കാണിക്കുന്നത് ഒക്കെ അവരുടെ ഒരു മനസ്സലിവിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ഒരു കരുണയുടെ അടിസ്ഥാനത്തിലാണ്. അതിനകത്തും മനുഷ്യൻ്റെ കാര്യത്തിലൊരു പ്രശ്നമുണ്ട്, അതിനും ഒരു ലിമിറ്റുണ്ട്. കാരണം മനുഷ്യൻ എത്രത്തോളം കരുണ കാണിക്കും, അവൻ്റെ കരുണ എത്രത്തോളം ഉണ്ട്, അവൻ്റെ മനസ്സലിവ് എത്രത്തോളം ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഒരു വിഷയം വരുമ്പോൾ ഏതു മനുഷ്യനാണെങ്കിലും അവൻ്റെ കാര്യം കഴിഞ്ഞേ വേറൊരാളെ നോക്കുകയുള്ളൂ. ശരിയാണോ? നിങ്ങളൊരാവശ്യം പറഞ്ഞു ചെല്ലുമ്പോഴത്തേക്ക് അവരുടെ കാര്യത്തിന് വച്ചേക്കൊന്നും കൂടെ എടുത്ത് ചെയ്യുമോ? മനുഷ്യന് പറ്റില്ല. അത് ചെയ്യണമെന്നാണ് കർത്താവ് പറയുന്നത്.
അല്ലേ? പക്ഷേ അത് ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നടക്കും. സാധാരണഗതിയിൽ മനുഷ്യൻ എപ്പോഴും അവൻ്റെ കാര്യം കഴിഞ്ഞേ വേറെ കാര്യം ചെയ്യുള്ളൂ. അവൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം കഴിഞ്ഞല്ലേ നിൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുന്നേ? അവൻ്റെ വീട്ടിലെ കാര്യം കഴിഞ്ഞിട്ടല്ലേ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആർക്ക് കഴിയും അവനായി അവൻ്റെ ബന്ധം? ഇന്ന് നമ്മൾ ചെയ്യുന്നതൊക്കെ അവർക്കുള്ളത് അതിങ്ങനെ ഒരു വലിയ ചങ്ങലയാണ്. അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരിലേക്ക് ആളുകൾ എന്ത് ചെയ്യുന്നുള്ളൂ? പോകുന്നുള്ളൂ. അപ്പോൾ അത് അവരുടെ കരുണ തീർന്നു പോകും വേഗം. പക്ഷേ ഇന്ന് ഞാൻ ഈ വചനം പറയുന്ന ദൈവപുത്രനായ നമ്മുടെ കർത്താവിൻ്റെ കരുണ എന്നേക്കും നിൽക്കുന്ന കരുണയാണ്. അവൻ്റെ കരുണ തീർന്നു പോകുന്നതല്ല, അവൻ്റെ ദയ തലമുറയോളം നിലനിൽക്കുന്നതാ. പ്രൈസ് ദി ലോർഡ്. അവിടത്തേക്ക് എന്നും നിന്നോട് കരുണയാ. അത് നീ അവൻ്റെ അല്ല, നീ അവൻ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, നിന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുമല്ല. ഈ മനുഷ്യരെല്ലാം, അതുകൂടെ പറയാം, മനുഷ്യരെല്ലാം ആരെങ്കിലും വല്ലതും സഹായിക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തിരിച്ചവർ പ്രതീക്ഷിച്ച് തന്നെ ചെയ്യുന്നത് അല്ലേ? നിങ്ങൾ അവരെ കാണുമ്പോൾ ഒരു വിധേയത്വം ഉണ്ടാകണം, ചിരിക്കണം, നിങ്ങൾ കൂടെ നിൽക്കണം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇതൊന്നുമില്ലാതെ ആരും ആർക്കും ഒന്നും ചെയ്യില്ല അല്ലേ? നമ്മളോട് ഈ വോട്ട് മേടിക്കുമ്പോൾ രാഷ്ട്രീയക്കാരെന്നാ പറഞ്ഞത്? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നല്ലേ? നാളെ നിങ്ങൾ വോട്ട് ചെയ്താൽ ഞങ്ങൾ വല്ലതൊക്കെ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം? കിറ്റൊക്കെ തന്ന എന്തിനാ? വോട്ടിന് വേണ്ടിയാ. അപ്പൊ തിരിച്ചു പ്രതീക്ഷിച്ചുകൊണ്ടാ സകല മനുഷ്യരും. പക്ഷേ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളോട് കരുണ കാണിക്കുന്നത് ദൈവം മാത്രമാണ്. അപ്പം എന്നിൽ വിശ്വസിപ്പീൻ. എന്താ കാരണം? ഞാൻ മാറ്റമില്ലാത്തവനാണ്. എന്നിൽ വിശ്വസിപ്പീൻ. എന്താ കാരണം? എൻ്റെ കരുണ തീർന്നു പോകുന്നില്ല. എന്നേക്കും കരുണയുള്ളൊരു ദൈവമാ. അതുകൊണ്ട് നിന്റെ ഹൃദയം എപ്പോ കലങ്ങിയാലും ദൈവസന്നിധിയിലേക്ക് വാ. തീർന്നു പോകാത്ത കരുണയുള്ള ഒരുവൻ അവിടെയുണ്ട്. അവന് നിന്നോട് കരുണ തോന്നും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. വായിക്കാം. അവന്റെ കരുണ, അവന്റെ ദയ അത് രാവിലെ തോറും പുതിയതാണ്. നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. മതിയമ്മേ, അതുകൊണ്ടാണ് നമ്മൾ നശിക്കാതെ കിടക്കുന്നത്. സ്തോത്രം. അത് തീർന്നു പോകുന്നില്ല, ഓരോ ദിവസവും പുതിയതാ. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ദയ. നമ്മൾ രാവിലെ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും മടങ്ങി, കർത്താവേ അപ്പാ ഇന്ന് രാവിലെ ഇന്ന ആവശ്യമുണ്ട്, എൻ്റെ ഹൃദയം കലങ്ങിയിരിക്കുക, എനിക്കൊരു സാമ്പത്തിക പ്രയാസമുണ്ട്, എനിക്ക് രോഗമുണ്ട്, ഇനി എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇന്ന ആവശ്യമുണ്ട്, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ആ തിരുസനിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ ദയ ഇന്നലെ ഉണ്ടായിരുന്നത് പോലെ അല്ല, ഇന്ന് പുതിയൊരു ദയ. ജീസസ്. ആ ദയയും ആ കരുണയുമാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ വിശ്വസ്തതയാണ് നമ്മെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങണ്ട, നിങ്ങൾ ക്ഷീണിക്കണ്ട. എന്തിനെ കുറിച്ചാണെങ്കിലും ഇന്ന് രാവിലെ നിങ്ങൾ കലങ്ങണ്ട. ആമേൻ. ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്. എന്നിൽ വിശ്വസിക്കുക. എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, നിങ്ങളുടെ ഹൃദയത്തിലെ കലക്കം മാറുമെന്ന് പറയാൻ കാരണം? അത് എഫേസ്യ ലേഖനം 2:14 പറയുന്നത് പോലെ അവൻ നമ്മുടെ സമാധാനമായതുകൊണ്ടാണ്. അവൻ നമ്മുടെ കലക്കം മാറുന്നത് എപ്പോഴാണ്? സമാധാനം ഉണ്ടാകുമ്പോഴാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിച്ചേ നിന്റെ കലക്കം മാറിയിട്ട് അകത്ത് സമാധാനം വരും. സ്തോത്രം. കാരണം അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ്. ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കുമെന്നാണ് വചനം പറയുന്നത്. എന്തുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കണം, കലക്കം മാറുമെന്ന് പറയുന്നത്? അവൻ സമാധാനമായതുകൊണ്ടാണ്. തമ്പുരാനിൽ അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇന്ന് പകൽ നിങ്ങളുടെ ഹൃദയത്തിലെ കലക്കങ്ങൾ മാറും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് അടിയുറച്ച് വിശ്വസിച്ച് നോക്കിക്കേ. കർത്താവ്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായി ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ സാമ്പത്തിക പ്രശ്നം ഉണ്ട്, നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ്, എനിക്ക് രോഗമുണ്ട്, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അവിടെ ഒഴുകി വരുന്നത് ദൈവത്തിൻ്റെ സമാധാനമാണ്. ഇന്ന് പകൽ യേശു വരുന്നിടത്ത് സമാധാനം ഉണ്ടാകുക, യേശു വരുന്നിടത്ത് സ്വസ്ഥതയുടെ അനുഭവം ഉണ്ടാകുക, യേശുവിൻ്റെ സാന്നിധ്യം വരുന്നിടത്ത് ഭയങ്കര ആമേൻ അല്ലേ ഒരു സുരക്ഷിതത്വ ബോധമാണ്.
അതാ നമ്മൾ ഈ ദൈവസ്ഥലിൽ ഓടി വരുന്നത്. സ്തോത്രം. അവിടെ സമാധാനമായി. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അതുകൊണ്ട് കർത്താവ് ഇന്ന് പകൽ നമ്മളോട് പറയുക, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട. ലേഖനം 4:6-7 എല്ലാറ്റിലും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. ഇന്ന് പകൽക്കാലം ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ വിളിച്ചു പറയുന്നു, ആമേൻ. ജീവിതത്തിൽ കലങ്ങുന്ന സമയങ്ങളിൽ, ജീവിതത്തിൽ തകരുന്ന സമയങ്ങളിൽ, ജീവിതത്തിൽ ഹൃദയത്തിൽ ഉലച്ചിൽ വരുമ്പോൾ, വിഷാദം വരുമ്പോൾ, ആമേ വാ, ഓടി വാ. ആമേ സ്തോത്രം. നിങ്ങളെ നിറയ്ക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന, സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ഒന്ന് അറിയിക്കുക. ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴാൻ തുടങ്ങും. യെശയ്യാവ് എടുത്തു പറയുന്നുണ്ട് 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം, സ്ഥിരമാനസൻ എന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും. ചെറിയ സമാധാനമല്ല, പൂർണ്ണ സമാധാനത്തിൽ കാക്കും. അപ്പൊ അതുകൊണ്ട് ഞാനും നിങ്ങളും ജീവിതത്തിലെ കലക്കത്തിൻ്റെയും ജീവിതത്തിലെ തകർച്ചയുടെയും സമയത്ത് ഓടിപ്പോകണ്ട. കർത്താവിൽ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, നമ്മുടെ യേശു കർത്താവിൽ വിശ്വസിക്കണം. അപ്പോ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്നാൽ നമുക്ക് എന്തോ കിട്ടും? നമ്മുടെ കലക്കം മാറും, സമാധാനമാണ്. യോഹന്നാൻ 14:2-3 എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഞാൻ ചേർത്തുകൊള്ളും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ അസ്വസ്ഥതയുടെയും കലക്കത്തിൻ്റെയും ഒരു കാരണം നമ്മുടെ ഭൗതിക വിഷയങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. അത് രോഗമാകാം, സാമ്പത്തിക പ്രയാസമാകാം, പിന്നെ അതുപോലെ തന്നെ ഒറ്റപ്പെടലാകാം, ആരും എന്നെ കാണുന്നില്ല, അല്ലേ, എൻ്റെ കൂടെ ആരുമില്ല, മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കുന്ന എന്തെങ്കിലുമൊക്കെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങളാകാം. മനസ്സസ്വസ്ഥമാകാൻ ശാരീരികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഭൗതിക വിഷയത്തിൽ ഒരുപാട് കാര്യമുണ്ട്. ഇതിനകത്ത് ഒരു നല്ല പങ്ക് മനുഷ്യരും എല്ലാവർക്കും ഇതുള്ളതാണ്. നമ്മുടെ കർത്താവ് ഇത് അനുഭവിച്ചു, അല്ലേ? അപ്പോഴും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കണം. കർത്താവിൽ വിശ്വസിച്ചാൽ എങ്ങനെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമെന്ന് നമ്മൾ സംസാരിച്ചു. കാരണം അവൻ ആരാണ്? നമുക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്ന എന്നേക്കും നിലനിൽക്കുന്നവനാ. നമ്മുടെ ഹൃദയത്തിലേക്ക് സമാധാനം കൊണ്ടുവരുന്ന ദൈവമാണ്, ഒരിക്കലും മാറിപ്പോകുന്നവനല്ല. ഈ കർത്താവിൽ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാം. രണ്ടാമത്തെ വിഷയം, മനുഷ്യൻ്റെ അസ്വസ്ഥത അത് ഈ ഭൂമിയിലുള്ള കാര്യമല്ല, ഇതിനപ്പുറമുള്ള കാര്യം ഓർത്താ ആളുകൾ അസ്വസ്ഥപ്പെടുന്നത്. എല്ലാ മനുഷ്യരും അസ്വസ്ഥപ്പെടുന്നുണ്ട്. മരണത്തെക്കുറിച്ച് ആൾക്കാർക്ക് അറിയില്ല, അതിനപ്പുറം എന്താണെന്ന് അറിയില്ല. ഇവിടം കൊണ്ട് തീരുന്നതിനെക്കുറിച്ചല്ല, ആളുകൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുക. എൻ്റെ ഭാവി എന്തായിത്തീരും, ഇതിനപ്പുറത്ത് എന്താ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ലേ? നമ്മളൊക്കെ ചിന്തിക്കുന്നവരല്ലേ, ചിന്തിച്ചവരാ. അതുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നത്. അല്ലാതെ നമ്മൾ ഈ ഭൗതിക കാര്യത്തിൽ മാത്രം അസ്വസ്ഥപ്പെട്ട് അതിനൊരു വിടുതലിന് വേണ്ടി മാത്രം വന്നതാണോ? അല്ല. നമ്മുടെ ജീവിതത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ട്, മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. അത് തന്നെയാ മനുഷ്യനെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥപ്പെടുത്തേണ്ടത്. അതാ, ഭൗതികമായ കാര്യങ്ങളിൽ വിടുതലുണ്ടായത് കൊണ്ട് മനുഷ്യൻ അത് മറക്കുക. പക്ഷേ ഒരു വ്യക്തി അസ്വസ്ഥപ്പെടുത്തേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനപ്പുറം എന്താണ് എന്ന ചിന്തയാ. അവിടെയാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങളെന്തിനാ കലങ്ങുന്നത്, നിങ്ങളെന്തിനാ അസ്വസ്ഥപ്പെടുന്നത്? അല്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ടെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്കവിടെ സ്ഥലമൊരുക്കാൻ പോവുകയാണ്. ഈ ലോകത്തിൽ അസ്വസ്ഥപ്പെടുന്ന, കലങ്ങിപ്പോകുന്ന അനുഭവം എന്തിനാ? കർത്താവെ, നമ്മളെപ്പോഴും ഭയപ്പെടണം കേട്ടോ. കർത്താവ്, എനിക്ക് ആ നിത്യതയെക്കുറിച്ചുള്ള ഉറപ്പുണ്ടാകണം. ആളുകളുടെ ഹൃദയം കലങ്ങുക. ഇത് നമ്മൾ ലോകത്തോട്ട് നോക്കിക്കേ, എന്തെല്ലാം പ്രതിസന്ധികളാണ് നമ്മുടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് ജീവിതത്തിൽ പ്രത്യാശയില്ല, ഇവിടം കൊണ്ട് മാത്രം അവസാനിക്കുക. പക്ഷെ ഒരു ദൈവ പൈതലിന് പ്രത്യാശയുണ്ട്, ആ നിത്യ വീടിൻ്റെ പ്രത്യാശ. നിങ്ങളെന്തിനാ കലങ്ങുന്നത്? ഇവിടുത്തെ ചില കാര്യങ്ങൾ ഓർത്ത് കലങ്ങുന്നത് എന്തിനാ? എൻ്റെ താൽക്കാലിക വേർപാടോർത്ത് കലങ്ങുന്നത് എന്തിനാ? ഈ ലോകം മുഴുവനും തകർന്നോർത്ത് നിങ്ങളെന്തിനാ കലങ്ങുന്നത്? അല്ലെ, ഇവിടെ എല്ലാം നശിക്കുന്നു, നിങ്ങളെന്തിനാ കലങ്ങുന്നത്? നിങ്ങൾക്കൊരു വീടുണ്ട്. സ്തോത്രം. പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്നവർക്ക് ആ പ്രതീക്ഷ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് അവർ കൂടുതൽ കലങ്ങുക. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ മാത്രമല്ല. ആളുകൾ, അയ്യോ അവിടെ യുദ്ധം നടക്കുന്നു, അയ്യോ എല്ലാം തീരാൻ പോവുക, നിങ്ങളെന്തിനാ കലങ്ങുന്നത്? യുദ്ധമില്ലാത്തൊരു നാട് നിങ്ങൾക്കുണ്ട്. അല്ലേ? പകർച്ചവ്യാധികൾ വരുന്നു, അയ്യോ പകർച്ചവ്യാധികൾ വരുന്നു, ഇതെല്ലാം വന്ന് ഞങ്ങൾ തീർന്നു പോകുമോ എന്ന് കലങ്ങുന്നവരുണ്ട്. നിങ്ങളെന്തിനാ കലങ്ങുന്നത്? ലോകം കലങ്ങട്ടെ, രോഗമില്ലാത്തൊരു നാട് നിങ്ങൾക്കുണ്ട്. അല്ലേ? കണ്ണുനീരില്ലാത്തൊരു നാട് നിങ്ങൾക്ക് അവിടെ ഉണ്ട്. പ്രതിസന്ധി ഇല്ലാത്തൊരു നാട് നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നു. അതല്ലേ നമ്മുടെ കലക്കം മാറ്റുന്നത്? ഇവിടെ എന്തെല്ലാം മാറിയാലും ഒരാത്മികനറിയാം, അല്ലേ, ഇളകാത്തൊരു രാജ്യം ഞങ്ങൾക്കുണ്ട്. അതാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തത്. നിങ്ങൾ എന്തിനാ കലങ്ങിപ്പോകുന്നത്? നിങ്ങൾ എന്തിനാ ഭാരപ്പെടുന്നത്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ നിങ്ങളെ ഇവിടെ ഉപേക്ഷിക്കുമോ? ഈ ലോകത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് കളയുമോ? സ്തോത്രം. ഈ പ്രസംഗം പ്രത്യാശ കൊണ്ടുവരേണ്ട പ്രസംഗമാണ്. ഇതാ ശരിക്കും നമുക്ക് ഈ ലോകത്ത് നമ്മുടെ കലക്കം മാറുന്നതിന് സഹായിക്കുന്നത്. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ താൽക്കാലികമാണെന്നും, ഇവിടുത്തെ രോഗം താൽക്കാലികമാണെന്നും, ഇവിടുത്തെ കണ്ണുനീര് താൽക്കാലികമാണെന്നും, ഇതിനപ്പുറം ഒരു നിത്യസ്ഥലമുണ്ടെന്നും പ്രതീക്ഷയോടെയാണ് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകുന്നത് എന്തിന്? എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടെ പോവുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്താ അവിടെ പോയാൽ? വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, വായിക്കാം. 21:4 വെളിപ്പാട്. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകയില്ല, ദുഃഖമോ മുറവിളിയോ കഷ്ടതയോ ഇനി ഉണ്ടാകയില്ല. ഈ വാക്യം എത്ര പേർക്ക് വായിച്ചിട്ട് പ്രത്യാശ വരുന്നുണ്ട്? നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. നിങ്ങൾക്ക് വേണ്ടി ഒരു ഭവനം ഞാൻ ഒരുക്കുന്നു, അവിടെ കണ്ണുനീരില്ല, നിങ്ങളുടെ കണ്ണുനീരൊക്കെ ഞാൻ തുടച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അവിടെ ദുഃഖമില്ല, അവിടെ മുറവിളിയില്ല, അവിടെ കഷ്ടതയില്ല, അവിടെ മരണമില്ല. അങ്ങനൊരു വീട് നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഒരുക്കുന്നതിൽ സന്തോഷമുള്ള എത്ര പേരുണ്ട്? പ്രത്യാശയുള്ള എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, അവിടേക്ക് കൊണ്ടുപോകും. ആ പ്രതീക്ഷ ആളുകളുടെ അകത്തുള്ളത് കൊണ്ടാണ് ഇവിടെ അവരുടെ ഹൃദയം കലങ്ങാത്തത്. ഇവിടെ എന്തെല്ലാം ഇളകിയാലും ഇളകാത്തൊരു സ്ഥലമുണ്ടെന്ന് ഉറപ്പുള്ളവർക്ക് അവർ ധൈര്യത്തോടിരിക്കും. ഏതൊക്കെ കൊടുങ്കാറ്റടിച്ചാലും, ഏതെല്ലാം വൻ മഴ പെയ്താലും, ഏതെല്ലാം പ്രതിസന്ധി വന്നാലും ആത്മികൻ പറയുക, ഇളകാത്തൊരു രാജ്യം ഞങ്ങൾക്കുണ്ട്. ഇതെല്ലാവരും അറിയുകയും ഇതിനനുസരിച്ച് നമ്മുടെ ഹൃദയം ഒന്ന് ഒരുക്കുകയും ചെയ്യണം. നമ്മുടെ ഭൗതിക ആവശ്യങ്ങളൊക്കെ ദൈവം നടത്തും. ഞാനത് വീണ്ടും പറയുന്നു. നിങ്ങൾ രോഗത്താൽ പ്രയാസപ്പെട്ട് അത് ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞല്ലോ. വിശ്വസ്തനാ, ദൈവം നടത്തില്ലേ? കണ്ണുനീരിനും പരിഹാരം വരുത്തില്ലേ? രോഗം സൗഖ്യമാക്കത്തില്ലേ? പക്ഷേ ഇതെല്ലാം ആയാലും ഈ ഭൂമി അല്ല നമ്മുടെ ശാശ്വത വീട്. ഇവിടെ അല്ല, ഇവിടെ എന്നും ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഇവിടുന്ന് പോയേ പറ്റൂ. ഇവിടെ 100% കഷ്ടതയില്ലാത്തൊരു ജീവിതവും ഇല്ല. നിങ്ങൾക്ക് സാമ്പത്തികമായി ദൈവം സഹായിച്ചു, രോഗം സൗഖ്യമാക്കി, വീട് തന്നു. പക്ഷേ കർത്താവ് വരുവോളം കഷ്ടതയുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, അതെന്നും കാണും.
എന്നും കാണും. ഇന്നൊരാശ്വാസമൊക്കെ കിട്ടി, സന്തോഷമാണ്. പക്ഷേ അടുത്ത ദിവസം വേറൊരു പ്രതിസന്ധി വരും, വേറൊരു പ്രശ്നം വരും. കാരണം ഈ ലോകം ഈ ലോകത്തിൽ അങ്ങനെയാണ് ദൈവം നമുക്ക് ജീവിതം വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലോകത്തിൽ ഈ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നടുവിലും പ്രത്യാശയുടെയും ഇളകാതെ കുലുങ്ങിപ്പോകാതെ ഹൃദയത്തിൽ ഉറപ്പുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ യേശു പറഞ്ഞ ഈ വാഗ്ദാനം ഓർക്കണം. അവിടുന്ന് നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോകുന്നു. അവിടുന്ന് സ്ഥലമൊരുക്കിയാൽ നമ്മളെ അവിടെ കൊണ്ടുപോകാൻ തിരിച്ചു വരും. മാത്രമല്ല, അവിടെ നമ്മളൊന്ന് ചെന്നെത്തിയാൽ നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കും. ഇത് പ്രത്യാശ നമ്മുടെ അകത്ത് വരട്ടെ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കാം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നാം എണ്ണുന്നു. ശ്രദ്ധിച്ചോ, വെളിപ്പെടാൻ പോകുന്ന ഒരു തേജസ് അത് നമുക്ക് ലഭിക്കാൻ പോകുന്നു. നാം അവനോട് സദൃശരാകാൻ പോകുന്നു. ആ തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നു. ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പ്രത്യാശ നിങ്ങളുടെ അകത്ത് വന്നാൽ ഒരു ഗുണമുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങത്തില്ല. സാമ്പത്തികമായ ഒരു പ്രതിസന്ധി കണ്ടിട്ട് നിങ്ങൾ പേടിക്കത്തില്ല. ഒരു പ്രതിസന്ധി വന്നാൽ നിങ്ങൾ ഭയപ്പെടത്തില്ല. നിങ്ങൾ ധൈര്യത്തോടെ നിൽക്കും. നിങ്ങൾ വിളിച്ചു പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്: എൻ്റെ ഹൃദയം കലങ്ങി പോകാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം എനിക്ക് വേണ്ടി ദൈവം ഒരു നാട് ഒരുക്കുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇത് പറഞ്ഞ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലായെന്ന് എനിക്കറിയാൻ വയ്യ. പിശാച് നമ്മളെ ഭയപ്പെടുത്തുക. ഇവിടെ രോഗം കൊണ്ടുവന്ന് സാമ്പത്തിക തകർച്ച വരുമ്പോൾ അവൻ പ്രതീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്: ഇതോടുകൂടി നിൻ്റെ ആത്മീയം തീർന്നു. വിശ്വാസികൾ നല്ലൊരു പങ്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആത്മീയം തീരും. അവിടെയാണ് പിശാചിന് മുമ്പിൽ ഇല്ല, ഇതല്ല, ഇതിനപ്പുറമാണ് എനിക്കുള്ള പ്രത്യാശ. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു നിത്യനാടുണ്ട്, ഒരു നിത്യ ജീവിതമുണ്ട്. കണ്ണുനീരില്ലാത്തൊരു ലോകം എനിക്ക് ദൈവം ഒരുക്കുന്നുണ്ട്. ആ പ്രതീക്ഷയുള്ളവൻ ശത്രുവിന് മുമ്പാകെ സന്തോഷത്തോടെ കഷ്ടതകളെ അതിജീവിച്ച് അതിനു മുമ്പിൽ സന്തോഷത്തോടെ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. അത് പിശാചിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ഒരു അടിയാണ്, അല്ലേ? കർത്താവിനെ തള്ളിപ്പറയാനാണ് കൊണ്ടുവന്നത്. കർത്താവ് പറയും, കർത്താവിനെ തള്ളിപ്പറയാനാണ് ഈ പ്രശ്നം വന്നത്. നീ പറയും, ഇല്ല, ഞാൻ എൻ്റെ കർത്താവിനെ തള്ളിപ്പറയില്ല. റോമാലേഖനം പൗലോസ് പറഞ്ഞത്, ഈ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, ഉപദ്രവമോ, നഗ്നതയോ, ആപത്തോ, വാളോ? കാര്യമെന്താ? വെളിപ്പെടാനുള്ള തേജസ്. അത് വിചാരിക്കുമ്പോഴാണ് ദൈവമക്കൾക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത്. സ്തോത്രം. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിൻ്റെ 16-17 നമുക്കെല്ലാം അറിയാവുന്ന വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ നാം അവനോടുകൂടി ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ പ്രതീക്ഷയുള്ള എത്ര പേര് ഈ ലോകത്തുണ്ട്? വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കല്ലാതെ വേറെ ആർക്കുണ്ട്? ഇത്ര കൃത്യമായ പ്രത്യാശയുള്ള ദൈവമക്കൾ ലോകത്തിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? സ്വർഗത്തിൽ പിതാവിൻ്റെ മഹിമകളെ വിട്ടി താണലോകത്തിൽ ഇറങ്ങി വന്ന് ജീവിക്കുന്ന ദൈവമായി ഭൂമിയിൽ ജീവിച്ച 33.5 വർഷം, അല്ലേ? താൻ ദൈവമെന്ന് തെളിയിച്ചു. തൻ്റെ അടുക്കൽ വന്ന രോഗികളെ സൗഖ്യമാക്കി, സത്യമുപദേശിച്ചു, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർപ്പിച്ച്, അല്ലേ? താൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ചു. അതും തിരുവെഴുത്ത് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ അവൻ മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം ദിവസം മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് പറഞ്ഞു, അല്ലേ? ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പം ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവനായി ഇവനെ കണ്ടതുപോലെ തന്നെ ഇവൻ വീണ്ടും വരും.
ലോക സംഭവങ്ങൾ അവൻ്റെ വരവ് വിളിച്ചു പറയുന്നു. അവൻ വരുമ്പോൾ സംഭവിക്കുന്നത് തെസ്സലോനിക്ക ലേഖനത്തിൽ വായിച്ചത്, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരും. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. ഇത് കളിയല്ല, ഇത് തമാശയല്ല. നമ്മൾ ജീവനുള്ള പ്രത്യാശയുള്ളവരാണ്. ഇതുപോലൊരു പ്രത്യാശ ലോകത്തെങ്ങുമില്ല. ഇതുപോലൊരു സത്യം വേറെങ്ങുമില്ല. നമുക്കറിയാം, നമ്മളെ കല്ലറയിൽ കൊണ്ടുവച്ചാൽ, നമ്മുടെ ശരീരം അഴുകിയാൽ, അത് ഈ മണ്ണോട് മണ്ണ് ചേർന്നാൽ, അല്ലേ, കാഹളം ധ്വനിക്കുമ്പോൾ, ദൈവപുത്രന്റെ ശബ്ദം ആകാശത്ത് മുഴങ്ങുമ്പോൾ, അവൻ മരിച്ചവരെ ഇവിടെ കയറി വരുവീനെന്ന് അവൻ വിളിക്കുമ്പോൾ, കല്ലറ വിട്ട് അവൻ മരിച്ചവരാക്ഷേരായി ഉയർക്കുന്ന ഉയർപ്പിന്റെ പ്രത്യാശയുള്ളവരാ ദൈവമക്കൾ. ഈ ലോകത്തിൽ ആർക്കുണ്ട്? ഏത് മതത്തിനുണ്ട്? ഏത് വിശ്വാസത്തിനുണ്ട്? ഈ അന്ധതയുടെ നടുവിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് നമ്മളെ ഈ ജീവനുള്ള പ്രത്യാശയിലേക്ക് വിളിച്ച് വേർതിരിച്ച് നിന്നെ ആക്കിയിരിക്കുമ്പോൾ, കേവലം ഈ ലോകത്തിലെ താൽക്കാലിക സംഭവങ്ങളുടെ പേരിൽ നീ വിഷമിച്ച് നിരാശപ്പെട്ടിരിക്കേണ്ട. കർത്താവ് നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരകനാ. നിന്റെ രോഗമാണോ? അവിടുന്ന് സൗഖ്യമാക്കുക. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അവന്റെ കയ്യിലാ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന അവിടുന്ന് പറഞ്ഞത്. നിന്റെ തലയിലെ മുടിയെല്ലാം അവൻ എണ്ണിയിരിക്കുന്നു, അല്ലേ? എന്തിനാ വിചാരപ്പെടുന്നത്? സ്തോത്രം. കർത്താവെല്ലാം അറിയുന്നു, നിന്റെ ഭാവി അറിയുന്നു. നീ ഒന്ന് വിശ്വസിക്ക്, അവനിൽ വിശ്വസിക്ക്. അവൻ തക്ക സമയത്ത് നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യും. പക്ഷേ നീ അവനെ സേവിച്ചാരാധിക്കേണ്ടത് അവൻ അതിനു വേണ്ടി അല്ല കേട്ടോ. അതിനപ്പുറം ഒരു നിത്യ ജീവിതമുണ്ട്. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം ഇവിടെ തീരും, ഇവിടെ അവസാനിക്കും. സ്തോത്രം. നിങ്ങൾ ഇടയ്ക്ക് അതൊന്ന് ചിന്തിക്കണം. അതിനാണ് നമ്മളെ ദൈവം വിളിച്ചേക്കുന്നത്. അവനോട് സദൃശ്യരാകാൻ വേണ്ടിയാ, തേജസ് പ്രാപിക്കാൻ വേണ്ടിയാ. ജീസസ് ആ ഒരു പ്രത്യാശയും പ്രതീക്ഷയും അകത്ത് എപ്പോഴും വേണം. സ്തോത്രം പറഞ്ഞുകൊണ്ട് നടന്നോണം. കർത്താവേ, ആമേൻ, സ്തോത്രം. ഇവിടെ എല്ലാം കിട്ടി, പക്ഷെ എന്നെ കൈവിടല്ലേ. നമ്മൾ ഉയർക്കണം, കർത്താവിൻ്റെ കൂടെ പോകണം, അല്ലേ? തേജസ്സിൽ ജീവിക്കണം. അതിനുവേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം, മക്കളെ, അതിനുവേണ്ടിയാ ദൈവം വിളിച്ചിരിക്കുന്നത്. ആ തേജസ്സുള്ള ജീവിതത്തിന് വേണ്ടിയാ, ആ നിത്യ ജീവിതത്തിന് വേണ്ടിയാ, നമ്മുടെ കർത്താവിനോടൊപ്പമുള്ള നിത്യജീവിതം. ഇതാണ് നമ്മുടെ ഹൃദയത്തിലെ ഈ കുലുക്കങ്ങളെ, ഈ തകർച്ചകളെ, ഈ കലക്കങ്ങളെ മാറ്റുന്ന ഇതാ ജീവനുള്ള പ്രത്യാശ. മരണം വരുമ്പോൾ നമ്മൾ പേടിക്കാൻ നിൽക്കുന്ന ഈ പ്രത്യാശ വരുമ്പോഴാണ്. രോഗം വരുമ്പോൾ പേടിക്കാൻ നിൽക്കുന്നത് ഈ പ്രത്യാശ വരുമ്പോഴാണ്. അല്ലാതെ പണമുള്ളത് കൊണ്ടല്ല. പണമുള്ളവനൊക്കെ കുലുങ്ങിക്കൊണ്ടിരിക്കുക, ആരോഗ്യമുള്ളവനൊക്കെ കുലുങ്ങിക്കൊണ്ടിരിക്കുക, ആൾബലമുള്ളവനൊക്കെ കുലുങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷെ ജീവനുള്ള പ്രത്യാശയുള്ളവൻ കുലുങ്ങത്തില്ല. ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ICUവിനകത്തോട്ട് പോയി നോക്കണം. വലിയ സമ്പന്നനാ, കാശുള്ളവനാ, പക്ഷെ മരണത്തെ പേടിയാ. ഭയപ്പെടുക, നിലവിളിക്കുക, അയ്യോ 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 അയ്യോ. പക്ഷേ ജീവനുള്ള പ്രത്യാശയുള്ളവൻ പറന്നു പോകുമെന്ന ഇതാണ് ആ പ്രതീക്ഷ. കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇതാണ് നമ്മുടെ കുലുക്കം, നമ്മുടെ കലക്കം മാറ്റുന്നത്. ഇതാണ് നമുക്ക് ധൈര്യം തരുന്നത്. ഇതാണ് ഹൃദയത്തിൽ പ്രത്യാശ തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകത്ത് പ്രത്യാശയോടെ ജീവിക്കാം. സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ കലക്കവും നിരാശയും മാറട്ടെ. നിങ്ങൾ ധൈര്യപ്പെട്, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു. അപ്പം അതുകൊണ്ട് ഇനി നമ്മൾ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതം കലങ്ങി ജീവിക്കേണ്ടതല്ല. ആണോ? താൽക്കാലികമായ പ്രശ്നം വരുമ്പോൾ ക്ഷീണിക്കേണ്ടതാണോ? നിരാശപ്പെടേണ്ടതാണോ? അല്ല. ഭൗതികമായ ഒരു വിഷയം വരുമ്പോൾ നിരാശപ്പെടണ്ട, കർത്താവ് കൂടെ ഉണ്ട്, അല്ലേ? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം കർത്താവ് നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എന്താ? നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. ഇത് കർത്താവ് പറഞ്ഞത് വിശ്വസിക്കുക. ഹൃദയത്തിൽ ഭാരം വേണ്ട. അവൻ്റെ വചനം നിന്നിൽ വസിക്കട്ടെ. ഈ പ്രത്യാശ നിന്റെ അകത്ത് വരട്ടെ. അവൻ നിന്നിൽ വസിക്കട്ടെ. നീ യാചിക്കുന്നത് ലഭിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും.
നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നിന്റെ നിരാശ മാറും. നിങ്ങൾ അവന്റെ വചനത്തിൽ വസിക്കണം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനങ്ങൾ 62:8 പറയുന്നു, അല്ലേ, നിങ്ങളുടെ ഹൃദയം അവനിൽ പകരണം. അപ്പൊ ഈ കലക്കമൊക്കെ അങ്ങ് മാറും. വായിക്കാം 62:8. ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പീൻ, നിങ്ങളുടെ ഹൃദയം എൻ്റെ മുമ്പിൽ പകരുവീൻ. ദൈവം നമുക്ക് സങ്കേതമാകുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയം അങ്ങ് പകരണം. ഒരു വെള്ളം ഒഴിക്കുന്നത് പോലെ ഈ ഹൃദയം ദൈവസനിലൊന്ന് പകർന്നേ ഈ ടെൻഷനൊക്കെ മാറും, ഈ നിരാശ മാറും. കർത്താവ് കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരും, ദൈവം നടത്തുമെന്ന് ഉറപ്പ് വരും. അവനല്ലേ ഒന്ന് പകർന്നേ. അവൻ സങ്കേതമാണെന്ന് തിരുവെഴുത്ത് പറയുന്നത്. അവനാണ് നമ്മുടെ സങ്കേതം. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. വായിക്കാം 14:16. എന്നാൽ ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് അവൻ അയച്ചു തരും. നോക്കണേ, ആരെയാ? മറ്റൊരു കാര്യസ്ഥൻ. ആരെ കുറിച്ച് അവിടെ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. വല്ലപ്പോഴും ഇരിക്കാനാണോ? എന്നേക്കും ഇരിക്കേണ്ടതിന്. ഇന്ന് പകൽ ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ അകത്ത് ദൈവം നൽകിയിരിക്കുക. എന്നേക്കും ഇരിക്കേണ്ടതിന് കാര്യസ്ഥനെ. ആശ്വാസപ്രദൻ എന്ന വാക്കിന്റെ അർത്ഥം കാര്യസ്ഥൻ, അല്ലേ? എന്ന് വെച്ചാൽ നിന്റെ ഹൃദയം കലങ്ങുമ്പോൾ, നിന്റെ ഹൃദയത്തിനകത്ത് ടെൻഷൻ വരുമ്പോ, നിന്റെ ഹൃദയത്തിൽ നിരാശ വരുമ്പോ, അവൻ പരിശുദ്ധാത്മാവെന്ന ആശ്വാസപ്രദൻ നിന്റെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുമെന്ന്. എന്നേക്കും ഇരിക്കുന്ന പരിശുദ്ധാത്മാവ്, ആത്മാവ് നിന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടണ്ട എന്ന് പറയും, വിഷമിക്കണ്ട എന്ന് പറയും, ധൈര്യത്തോടെ ഇരിക്കാൻ പറയും, കർത്താവ് കരുതുമെന്ന് പറയും. പരിശുദ്ധാത്മാവിന്റെ ആശ്വാസം ഒരു ദൈവ പൈതലിന് അവന്റെ ഹൃദയം കലങ്ങുമ്പോൾ, അവന്റെ ഹൃദയത്തിൽ ഭാരം വരുമ്പോൾ അതിനെ പരിഹരിക്കുവാൻ അത് മതിയായതാണ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇന്നിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുക. നമ്മുടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക, ശിഷ്യന്മാരെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അവരുടെ സാഹചര്യം ശരിക്കും കലങ്ങിയ അനുഭവമാണ്. ശരിക്കും കലങ്ങി. അവർ യേശുക്രിസ്തുവിൻ്റെ പുറകെ വളരെ താല്പര്യത്തോടെ വന്നതാ, അല്ലേ? ക്രിസ്തുവിനെ സേവിക്കാനായിട്ട് അവർ ഇറങ്ങി വരുമ്പോൾ എന്ത് ആത്മവിശ്വാസത്തോടെ വന്നത്. പടകും വലയും എല്ലാം വിട്ടേച്ച് വന്നതാ, ജോലി കളഞ്ഞേച്ച് വന്നതാ, അല്ലേ? പത്രോസൊക്കെ അങ്ങനല്ലേ ശിഷ്യന്മാർ വന്നത്. അവരപ്പനെയും പടകും വലയും എല്ലാം വിട്ട് അവൻ്റെ പുറകെ വന്നതാ. പക്ഷേ നിങ്ങളറിയണം, യേശുക്രിസ്തു അവരോട് പറഞ്ഞ വാക്കുകൾ അവരുടെ ഹൃദയം കലക്കിക്കളഞ്ഞു. എന്താ പറഞ്ഞത്? യേശു പറഞ്ഞത്, കർത്താവ് പറഞ്ഞു, ഞാൻ പോവുക, ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അവർ കലങ്ങിപ്പോയി, അവരുടെ ഹൃദയം തകർന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യത്തിൽ നമ്മുടെ ഹൃദയം കലങ്ങാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ കർത്താവ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ശിഷ്യന്മാർക്ക് ധൈര്യപ്പെടാൻ ആ ഒറ്റ വാക്ക് മതിയായിരുന്നു. തുടർന്ന് ശിഷ്യന്മാരുടെ ആ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവർ പിന്നെ ക്ഷീണിച്ചില്ല, അല്ലേ? അവരുടെ മേൽ എന്താ അയച്ചു തരും? കാര്യസ്ഥനെ അയച്ചു തരുമെന്ന് പറഞ്ഞു. ആ കാര്യസ്ഥൻ വന്നു, സകലവും ബോധ്യപ്പെടുത്തി കൊടുത്തു. നമുക്കെല്ലാവർക്കും അറിയാം, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് ആ കലക്കം തുടർന്നു. യേശു അടക്കപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ യേശു മരിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? എല്ലാവരും ഓടിപ്പോയി. പത്രോസ് തള്ളി പറഞ്ഞു, യേശുവിനെ അടക്കി. അപ്പോൾ ഇവരെവിടെ പോയി? മീൻ പിടിക്കാൻ പോയില്ലേ? പോയി. അറിയില്ല അവരുടെ ഗുരുനാഥൻ എവിടെയെന്ന് അറിയില്ല. അവര് നിരാശരായി. പക്ഷേ കർത്താവ് ഒരു കാര്യം പറഞ്ഞിരുന്നു, കാര്യസ്ഥനെ അയക്കും.
പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവരുടെ അകത്ത് വന്നപ്പോൾ യേശു പറഞ്ഞത് മുഴുവൻ പരിശുദ്ധാത്മാവ് അവരെ ഉപദേശിച്ചു, സകലവും ബോധ്യപ്പെടുത്തി, സകലതും പറഞ്ഞുകൊടുത്തു. ആ കാര്യസ്ഥൻ അവരെ പറഞ്ഞു മനസ്സിലാക്കി. എന്ത് സംഭവിച്ചു? അവരാൾ മാറി, അവരുടെ നിരാശ മാറി. അല്ലേ? അന്ന് മുതൽ അവർ ധൈര്യത്തോടെ പുറത്തിറങ്ങി. ഗുരു അപ്പോൾ കൂടില്ല, അക്ഷരീകമായി കൂടെ ഉണ്ടോ? ഇല്ല. പക്ഷെ അവരുടെ കൂടെ തൃത്വത്തിൽ മൂന്നാമൻ പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ അക്ഷരികമായി നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ജീസസ്, അതേ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ആത്മാവ് നമുക്ക് ബോധ്യം നൽകും, ആത്മാവ് നമ്മുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കും, ആത്മാവ് നമ്മളെ ധൈര്യപ്പെടുത്തും, ആത്മാവ് നമ്മളെ ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ബലപ്പെടുത്തും. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എല്ലാ കണ്ണുകളും ദൈവവും പാകെ അടയട്ടെ. ഇന്ന് പകൽ ജീവിതത്തിൽ ഒത്തിരി കലക്കവും പ്രതിസന്ധിയോടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ വന്നത്. കർത്താവ് പറയുക, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇന്ന് പകൽ എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം? അവൻ മാറ്റമില്ലാത്തവനാണ്. എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം? അവൻ്റെ കരുണ തീർന്നു പോകാത്തതാ. ജീസസ്. എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം? അവൻ നിങ്ങളുടെ സമാധാനമാണ്. ജീസസ്. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതത്തിൽ ഏത് കലക്കം വന്നാലും ആ നിത്യതയുടെ പ്രത്യാശ അകത്ത് വന്ന് ജീവിക്കുവാൻ പരിശുദ്ധാത്മാ വിവചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.